ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ BSFന്റെ SMT വർക്ക്ഷോപ്പ് റിക്രൂട്ട്മെന്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെന്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി rec.bsf.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 11/7/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർഡിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് BSFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് SMT വർക്ക്ഷോപ്പ് റിക്രൂട്ട്മെന്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ വലത്തേ സൈഡിലായിട്ട് അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് നെയിം ആണ്. അതായത് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ആണ്. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ നൽകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 3 ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ സെക്ഷനിൽ വരിക. അതിനുശേഷം തൊട്ട് താഴെ ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. OTP എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഐഡന്റിറ്റി ടൈപ്പ് ആണ്. അതായത് ഇവിടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിൽ ആ ഒരു ഡോക്യുമെന്റിന്റെ നമ്പർ തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് ഏജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏജ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റി ആണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന മദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. ഈ ഒരു സെക്ഷൻ നിർബന്ധമില്ല, ഉള്ളവർ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് മാരിജൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാരിജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് റിലീജിയൻ ആണ്. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കാറ്റഗറി ആണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ് കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അതിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തത് അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോ എന്നാണ്. എക്സ് സർവീസ് ആയിട്ടുള്ളവർ യെസ് കൊടുക്കുക, മറ്റുള്ളവർ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റൽ സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനന്റ് അഡ്രസ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കറസ്പോണ്ടന്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കറസ്പോണ്ടന്റ് അഡ്രസ്സ് എങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതല്ല അഡ്രസ്സ് വ്യത്യസ്തമാണെങ്കിൽ തൊട്ട് താഴെ ആ ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ചെസ്റ്റ് ആണ്. ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ്. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ ആണ്. അതായത് എന്തെങ്കിലും കേസസോ ക്രിമിനൽ കേസസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എസ് ഒന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ്, +2, അതുപോലെ തന്നെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം അവിടെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നാണ്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ, അതിനുശേഷം ഇയർ, അതിനുശേഷം സ്റ്റേറ്റ്, അതിനുശേഷം ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സേവ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് +2 അതുപോലെ തന്നെ ഡിഗ്രി അങ്ങനെ ഓരോ ഇതും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ആഡ് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ജോലി ചെയ്യുന്നവർ എസ് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരിക. ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ BSFന്റെ വെബ്സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ഇതിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിച്ചാൽ മതി. ഇതാണ് BSF വെബ്സൈറ്റിന്റെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിന്റെ താഴേക്ക് വരുമ്പോൾ അപ്ലൈ ന്യൂ അഡ്വർടൈസ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ BSFന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വലത്തെ സൈഡിൽ അപ്ലൈ ന്യൂ അഡ്വർടൈസ്മെന്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കറണ്ട് റിക്രൂട്ട്മെന്റ് ഓപ്പണിംഗ്സ് ഓപ്പൺ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് കാണാൻ സാധിക്കുന്നതാണ് BSF SMT വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ വലത്തെ സൈഡിൽ അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് സെലക്ട് പോസ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിന്റെ പേര് അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. അതായത് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അവിടെ എസ് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് IT സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഓരോ പോസ്റ്റിനനുസരിച്ചും ഇവിടെ വരുന്ന ഓപ്ഷൻസ് മാറി മാറി വരുന്നതാണ്.
അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫിസിക്കൽ കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക. ST കാൻഡിഡേറ്റ്സ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിന് അവിടെ സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു സെക്ഷനിൽ സിറ്റി പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സാം സെന്റർ എവിടെ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എക്സാം സെന്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സാം ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിർബന്ധമായിട്ടും എക്സാം ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കാനായിട്ട് താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് പേ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫർമേഷൻ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ പോലെ വരുന്നതാണ്. അപ്പോൾ അതിൽ എഗ്രി ആൻഡ് പേ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് BSFന്റെ SMT വർക്ക്ഷോപ്പ് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.